മഹാദേവ, ഇനി അവളെങ്ങനെ ശിവസാറിന്റെ മുന്നിൽ പോയ പ്രശ്നാവോ? ഇവളെ കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്, അല്ല ആവശ്യത്തിലേറെ ഭംഗിയുണ്ട്. ഇവളെ കണ്ട് സാറെങ്ങാനും മൂക്കും കുത്തി വീണാലോ? ഓരോന്നാലോചിച്ച് അവൾ നിന്നു. ആ പെൺകുട്ടി അപ്പോഴേക്കും ഓഫീസ് റൂമിന് മുന്നിലെത്തിയിരുന്നു. നീ എങ്ങോട്ടെങ്ങനെ ഇടിച്ചു കയറി പോണേ? പാറുണ നല്ല ദേഷ്യത്തോടെ ചോദിച്ചു. നിനക്കത് ചെവി കേൾക്കില്ലേ? കുറച്ചു മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞു ഓർമ്മയില്ലേ? ഞാൻ തന്നെ നേരിട്ട് സാറിനോട് ചോദിക്കട്ടെ, അത് ചോദിക്കാനാണ് ഞാൻ പോണേ. അത് പറഞ്ഞ് അവൾ പാറുണയുടെ കൈ തട്ടി മാറ്റാൻ നോക്കി. എന്താ എന്താ അവിടെ? ശിവ ചോദിച്ചു. ഒന്നുമില്ല, സാറാകത്തേക്ക് പൊക്കോ. അല്ല, ഒരു കാര്യമുണ്ട്, എനിക്കൊരു കാര്യം പറയാണ്ട്. മാറ്റിയ പെൺകുട്ടി പാറുണയെ തട്ടി മാറ്റാൻ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. നിന്നോടല്ലേ പോവാൻ പറഞ്ഞേ? എന്താ ഇവിടെ പ്രശ്നം? ശിവ ദേഷ്യത്തോടെ ചോദിച്ചു. സാറിനോടല്ല അകത്തേക്ക് പോകാൻ പറഞ്ഞേ. പാറുണ ദേഷ്യത്തോടെ ശിവയുടെ നെഞ്ചിൽ പിടിച്ച് ഉള്ളിലേക്ക് തള്ളി. നിന്നോട് ഇനി പ്രത്യേകം പറയണ? അത് പറഞ്ഞ് പാറുണ വാതിലടച്ച് ലോക്ക് ചെയ്തു. നീ എന്തിനാ ഡോറടിച്ച്? എനിക്ക് കൈ കഴുകാൻ പോണം. പറ്റില്ല, ഇപ്പൊ പുറത്തേക്ക് പോവണ്ട. അത് പറഞ്ഞ് അവൾ ഡോറിന്റെ ഫ്രണ്ടിലായി നിന്നു.